ഗോപാലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഗോപാൽ, ഈ കൊലപാതകത്തിനുള്ള കാരണം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ ഒരു അന്തിമമായ എന്നുവെച്ചാൽ അതിലൊരു കൺഫർമേഷൻ അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? തന്നെ ഒഴിവാക്കുന്നു എന്ന് തോന്നിയതിനാലാണ് കൊലപാതകം എന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് തന്നെയാണോ? അതൊരു ഫൈനൽ ഫൈൻഡിംഗ് ആണോ? അതിനൊരു ഫൈനൽ ഫൈൻഡിംഗ് ആയി കരുതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ നടപടിക്രമങ്ങൾ തുടർന്ന് പോകേണ്ടതായിട്ടുണ്ട്. നേരത്തെ ജോസി പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് അക്കൗണ്ട് ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള നടപടികളിലൂടെ വേണം ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരണം. എന്നാൽ പ്രാഥമിക മൊഴി ആദ്യമായി ആ പ്രതി പോലീസിനോട് നൽകിയ മൊഴി പ്രകാരം അതിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ ഈ കൃത്യം ചെയ്തത് എന്നുള്ളത്. കാരണം 1.5 വർഷത്തോളമായി ഈ പ്രതിയും ഈ പെൺകുട്ടിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം നേരത്തെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടത്താൻ വലിയ തുകകളുടെ സാമ്പത്തിക ഇടപാട് അടക്കം നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർ ഇരുവരും തമ്മിൽ മാസത്തിൽ ഒരിക്കൽ കാണാറുണ്ടായിരുന്നു. ഇയാൾ പതിവായി തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് ആതിരയുമായി പരിചയം പുതുക്കാറും സൗഹൃദം പങ്കുവെക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ആതിരയോടുള്ള സൗഹൃദം മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ പറയുന്ന ജോൺസൺ തയ്യാറാവുകയും തന്നോടൊപ്പം ഇറങ്ങി വരണം എന്ന ആവശ്യം ജോൺസൺ പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യം വിവാഹം കഴിച്ച് കുട്ടികളുമായി താമസിക്കുന്ന ആതിര അംഗീകരിക്കാൻ തയ്യാറായില്ല. പലകുറി ഇക്കാര്യം പല തരത്തിൽ, അതായത് ആദ്യം സ്നേഹത്തോടെയും അല്ലാതെയും പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലും എല്ലാം തന്നെ ജോൺസൺ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും അതൊന്നും അംഗീകരിക്കാൻ ആതിര തയ്യാറായില്ല. ഈ കാര്യങ്ങളുടെ ചില വിവരങ്ങളൊക്കെ ഭർത്താവ് രാജീവനും അറിയാമായിരുന്നു. ഭർത്താവിന്റെ മൊഴികൾ പ്രകാരം പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഒരിക്കലും ആതിര തനിക്ക് കിട്ടില്ല എന്നും അതിനോടൊപ്പം തന്നെ തന്നെ ഒഴിവാക്കാനുള്ള ശ്രമം ആതിരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പ്രതി കൃത്യം ചെയ്തതെന്ന് വേണം കണക്കാക്കാൻ. പ്രതി കയ്യിൽ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചായിരുന്നു കൃത്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ളത് ഇയാൾ പെരുമാതുറയിൽ നിന്നും ഈ ആതിരയുടെ വീട്ടിലേക്ക് വരുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് ഇയാൾ അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നതെന്നും ഇയാൾ കയ്യിൽ കത്തി കൊണ്ടുവന്നു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ ആ CCTV ദൃശ്യം സഹായകമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആതിരയോട് അവസാനഘട്ട ഒരു സൗഹൃദ സംഭാഷണം രമ്യതയിലൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജോൺസൺ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് ജോൺസൺ എത്തുമ്പോഴും ആതിരയ്ക്ക് തന്നെ കൊല്ലാനാണ് ആ ജോൺസൺ വരുന്നതെന്ന തരത്തിൽ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആതിര സ്വീകരിച്ച് ജോൺസനെ വീട്ടിലിരുത്തുകയും ഇത്തരത്തിൽ ആതിര വീട്ടിലുള്ള ചായ അടക്കം നൽകിയെന്നും അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി കൊലയാളിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ ആതിരയ്ക്ക് പ്രതിരോധിക്കാനോ ബഹളം വയ്ക്കാനോ എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ഇടപെടൽ നടത്താനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ടാണ് വേഗത്തിൽ കൊലപാതകം 1/2 മണിക്കൂർ സമയം പോലും ആ വീട്ടിൽ പ്രതി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 9 മണിയോടുകൂടി വന്ന് 9:30 എല്ലാം കഴിഞ്ഞ് കൃത്യം പൂർത്തിയാക്കി ഈ പ്രതി മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ പ്ലാനിംഗ് ഈ കൃത്യം നടത്തുന്നതിൽ പ്രതിക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ കൺഫെഷൻ എന്ന രീതിയിലേക്ക് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് മൊഴി ഉണ്ടായിട്ടുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ താമസിച്ച ഇടങ്ങൾ, കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധമടക്കമുള്ള അടുത്ത ഘട്ടത്തിൽ 2ാം ഘട്ടത്തിലേക്കുള്ള അന്വേഷണത്തിലേക്കൊക്കെയാണ് പോകേണ്ടത്. മറ്റ് കാരണങ്ങളൊന്നും തന്നെയില്ല. മറ്റ് ഒരു സംശയം കൂടി പോലീസിന് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ 1,02,500 രൂപ ഈ ആതിര ഇയാൾക്ക് ജോൺസൺ കൊടുത്തിരുന്നു. ഈ പണം തിരിച്ചു ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ സൗഹൃദ ബന്ധത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും വൈരാഗ്യത്തിൽ മാത്രമുണ്ടായ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടി മൊഴി ഒരിക്കൽ കൂടി എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴും ഈ പ്രതി കൺഫസ് ചെയ്തു എന്ന് പറയുമ്പോഴും ഭർത്താവിന്റെ ചില മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളൊന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അത് ഔദ്യോഗികമായി മൊഴിയായി തന്നെ പോലീസിന് മുൻപിൽ അറിയിച്ചിട്ടുണ്ട്. നാടിനെ ഞെട്ടിച്ച ആതിര കൊലപാതകത്തിന്റെ നടുക്കമുളവാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജോൺസൺ എന്തിന് ക്രൂരകൃത്യം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് തന്നെ ഒഴിവാക്കുന്നു ആതിര എന്ന് തോന്നിയതിനാലാണ് കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് ജോൺസന്റെ കുറ്റസമ്മത മൊഴി. അതിനേക്കാൾ നടുക്കവും ദുഃഖവും ഉണ്ടാക്കുന്നത് കൊല ചെയ്ത രീതിയാണ്. ലൈംഗിക ബന്ധത്തിനിടെയാണ് ഈ ആതിരയെ കഴുത്തിൽ കത്തിയിറക്കി അതിക്രൂരമായി ജോൺസൺ കൊലപ്പെടുത്തിയത് എന്നുള്ള ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന കുറ്റസമ്മത മൊഴി പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്.